അപ്പോൾ PK ലേണിംഗ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോട്ട്പ എന്ന് പറയുന്ന പുതിയ ഒരു ആക്ട് ആണ്. എക്സൈസിൽ വരുന്നതാണ്. കോട്ട്പ എന്ന് പറയുന്നത് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഇതാണ്. അതായത് കോട്ട്പ എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു നിയമമാണ്. കാരണം സിനിമ കാണാൻ പോകാത്തതും തിയേറ്ററിൽ പോകാത്തതുമായിട്ട് ആരുമില്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ ആദ്യം കാണുന്ന പരസ്യം എന്താണ് ചൈനി, ഖൈനി, ഹുഡ്ക, അതല്ലെങ്കിൽ പാൻ പരാഗ്, അത് കഴിക്കരുത്, അതിൻ്റെ പരസ്യങ്ങളാണ്. നമ്മൾ അത് കാണുമ്പോൾ തന്നെ എന്താ സിനിമ തുടങ്ങാത്തത് എന്ന് കരുതി നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. അത് ഓക്കെ, അതാണ് അതായത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയിലയുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യം, അതായത് എന്തിനെ തടയുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യം, അത് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യമാണ്. എന്തിനൊക്കെ സംബന്ധിക്കുന്ന പരസ്യമാണെന്നറിയാം: വ്യാപാരം, വാണിജ്യം, ഉൽപാദനം, വിതരണം. അപ്പോൾ വ്യാപാരം, വാണിജ്യം, ഉൽപാദനം, വിതരണം എന്നിവയുടെ നിരോധനവും നിയന്ത്രണവും. അപ്പോൾ ഇതിനെ വ്യാപാരം, അതല്ലെങ്കിൽ അത് വാണിജ്യം, ഉൽപാദനം, വിതരണം എന്നീ കാര്യങ്ങൾ എന്തിൻ്റെയാണ്? പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും. അതിനെ പൂർണ്ണമായിട്ട് നിരോധിക്കാനോ അല്ലാതെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ കൊടുക്കാനോ ആയിട്ടുള്ള നിയമമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോട്ട്പ ആക്ട് എന്ന് വിളിക്കുന്നത്. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് എന്നുള്ളതാണ്. അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതാണ് ഈ പ്രൊഹിബിഷൻ ആൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രേഡ്, കൊമേഴ്സ്, പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2003 2003 ആക്ട് നമ്പർ 34 ആക്ട് നമ്പർ 34 ഓഫ് 2003 ആണ്. അപ്പൊ 2003 വന്നിട്ടുള്ള നിയമമാണ് കോട്ട്പ എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് ഒരു കുഞ്ഞ് ആക്ടാണ്, ഒരു ചെറിയ ആക്ടാണ്. ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾക്ക് ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾക്ക് തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഈ ആക്ടിന്റെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ കോട്ട്പ എന്ന് പറയുന്ന ആക്ട് എന്തിനാ കൊണ്ടുവന്നത്? ഏത് ആക്ടും കൊണ്ടുവരുന്നതിന് ഒരു ഇന്റൻഷൻ ഉണ്ടാകും, എയിം ഉണ്ടാകും. അപ്പോൾ നമ്മൾ 1986 മെയ് 15 അപ്പോൾ മെയ് 15 നടന്ന 39th WHO-യുടെ പ്രമേയത്തിൽ ലോകാരോഗ്യ സംഘടനയായ അസംബ്ലിയായ WHO-യുടെ 39ാമത്തെ പ്രമേയത്തിൽ ഒരു കാര്യം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് പുകയില ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ പുകവലിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു വ്യക്തി പുകവലിക്കുമ്പോൾ ആ വ്യക്തി ആക്റ്റീവായിട്ട് ആക്റ്റീവ് സ്മോക്കറാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, മറ്റൊരു വ്യക്തി അതിന്റെ പുക ശ്വസിക്കുന്നുണ്ട്. സോ അപ്പൊ അപ്പൊ ഈ പുകവലിയും അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് എന്തും കൂടി വേണം? പുകവലിക്കാത്തവരെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. ഓക്കെ, സംരക്ഷിക്കുകയും അതുമാത്രമല്ല, അപ്പം നമ്മൾക്ക് എപ്പോഴും ഏതൊരു രാജ്യത്തിനും വേണ്ടത് അവിടുത്തെ യൂത്താണ്. ഈ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കുട്ടികളെയും മുതിർന്ന ആൾക്കാരെയും ചെറുപ്പക്കാരെയൊക്കെ പുകയിലയുടെ ഉപയോഗത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ എന്ത് ചെയ്തു? UN എന്ന് പറയുന്നത് ലോകാരോഗ്യ അസംബ്ലി അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒന്നത്. പിന്നെ 1990 മെയ് 17 നടന്ന 43ാമത് അപ്പം ഒരു അസംബ്ലി എന്ന് പറയുന്നത് 86 മെയ് 15 നടന്നതും, പിന്നെ രണ്ടാമത്തത് 1990 നടന്ന അത് പറയുന്നത് മെയ് 17 അപ്പം മെയ് 17 നടന്ന WHO-യുടെ 43ാമത് മീറ്റിംഗ്. ആ മീറ്റിംഗ് എന്ന ഓർത്തിന് 43rd അസംബ്ലിയിലാണ് അടുത്ത പ്രമേയം പാസ്സാക്കുന്നു. ഇതിന്റെ ഉപയോഗം കുറയ്ക്കണം, അത് മാത്രമല്ല ഗർഭിണികൾക്കും കുട്ടികൾക്കും പുകയില ശ്വസിക്കുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ
അപ്പൊ ഈ തരത്തിൽ ഈ 86-ലും 90-ലും ഒക്കെ നടന്ന എന്താണ് നമ്മളും ഇന്ത്യ എന്ന് പറയുന്നതും എന്തിനാണ് UN-ന്റെ എന്താണ് ഒരു മെമ്പർ കൺട്രിയാണ്, ഒരു അംഗരാജ്യമാണ് നമ്മളും. സോ അതിൻ്റെ എന്താണ് UN-ന്റെ ഒരു ഘടകമാണ് WHO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷന്റെ 86-ലും 90-ലും നടന്ന എന്താണ് ഈ മീറ്റിങ്ങുകളിൽ പറയുന്ന പ്രമേയം പാസ്സാക്കുന്നതിന്റെ ഭാഗമായിട്ട് അംഗരാജ്യങ്ങൾ എപ്പോഴും ഈ എന്താണ് ഈ നമ്മളുടെ പാർട്ടികൾ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന നേഷൻസ്, കോൺട്രാക്റ്റിംഗ് നേഷൻസ് എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഡൊമസ്റ്റിക് ലോകളിലേക്ക് നിയമങ്ങൾ പാസ്സാക്കിയിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ടാണ് 2003-ൽ നമ്മൾ ഈ പറയുന്ന നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന്റെ ആക്ട് കൊണ്ടുവരാനുള്ള മറ്റു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്തിൽ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 47 അനുച്ഛേദം 47 പറയുന്നുണ്ട്. അപ്പം 47ാമത്തെ അനുച്ഛേദം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം അതായത് പൊതുജന ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. സോ 47-ലൊക്കെ പറയുമ്പോഴത്തേക്കിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, അപ്പൊ ഡയറക്ഷൻസ് ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് വേണം, അവിടെയും നമ്മൾക്ക് അപ്പം ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് നിയമം പാസ്സാക്കണം. അങ്ങനെയാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വക കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾക്ക് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മളുടെ ഈ 2003-ലെ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇനി നമ്മൾക്ക് ആക്ടിനകത്തേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ടിനകത്ത് പറയുന്നത് നോക്കാം. ഇതില് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ആക്ടിന്റെ ആദ്യത്തെ പറയുന്ന പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ആക്ട് എന്നാണ് പാസ്സാക്കിയെന്ന് ഉള്ളതാണ്. എന്താണ് 54ാമത്തെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 54th ഇയറിലാണ് നമ്മൾ ഈ ആക്ട് പാസ്സാക്കുന്നത്. ഈ ആക്ട് പാസ്സാക്കേണ്ടതിന്റെ അത്യാവശ്യകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട 86, 90, പിന്നെ ആർട്ടിക്കിൾ 47 ഈ വക പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ആക്ട് കൊണ്ടുവരുന്നത് തന്നെ. ഇതില് നമ്മൾ ആദ്യം പറയുന്നത് ഇതിന്റെ ചുരുക്കെഴുത്താണ്. ദിസ് ആക്ട്, ഇതിന്റെ ചുരുക്കെഴുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ആക്ടിനെ പറയുന്ന പേര് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് എന്നാണ്. അപ്പം ഇത് എവിടെ വരെ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആക്ടിനെ നമ്മൾ ചുരുക്കി എന്താണ് കോട്ട്പ ആക്ട് എന്ന് വിളിക്കുന്നു. ഈ ആക്ട് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ ആണ് പറയുന്നത്. അപ്പം ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇത് എന്താണ് എന്ന് നിലവിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന മുറയ്ക്ക് ഇതെന്ത് ചെയ്യും, നിലവിൽ വരുന്നതുമായിരിക്കും. ഡിഫറെന്റ് ഡേറ്റ്സ് മേ ബി അപ്പോയിന്റഡ് ഫോർ ഡിഫറെന്റ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് നമ്മളുടെ കോട്ട്പ ആക്ട് എന്ന് പറയുന്നത് ടോട്ടൽ 33 സെക്ഷൻ മാത്രമുള്ള ഒരു ചെറിയ ആക്ട് ആണ്. അപ്പൊ ഈ പറയുന്ന ആക്ടിന്റെ ഡിഫറെന്റ് സെക്ഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഗസറ്റിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാം. പുതിയ ഡേറ്റ് ഓരോ ഇതും കൊണ്ട് പ്രാബല്യത്തിലാക്കുന്നതിന് പ്രത്യേകം ഡേറ്റ് പറയുന്നതിനും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഇനി അടുത്ത അപ്പോൾ ആക്ടിന്റെ സെക്ഷൻ 1 പറയുന്നത് ഇതാണ്, എന്താണ് ഈ ആക്ടിന്റെ ചുരുക്കെഴുത്ത്. ഇത് രണ്ടാമത് പറയുന്നത് എന്താണ്. പിന്നെ ഇനി അടുത്ത നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ സെക്ഷൻ 3 എന്ന് പറയുന്നത്, സെക്ഷൻ 3-കകത്താണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ഡെഫിനിഷൻ ക്ലോസുകളാണ്. അത് ഒരുപാടുണ്ട്. ഡെഫിനിഷൻ ക്ലോസുകൾ വളരെയധികം ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻസിൽ മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഏതൊക്കെയാണ് ആ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അപ്പം സെക്ഷൻ 3-ലാണ് നമ്മൾ ഡെഫിനിഷൻസ് പറയുന്നത്. ഇപ്പം കാണിച്ചിരിക്കുന്നതല്ല, സെക്ഷൻ 3-ൽ പറയുന്ന ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 3-യുടെ A-ലാണ് പറയുന്നത് എന്താണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പരസ്യം എന്താണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പം ഓർത്തിരിക്കുക, സെക്ഷൻ 3-യുടെ A-ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, സെക്ഷൻ 3-യുടെ A-ൽ പരസ്യങ്ങൾ എന്താണെന്ന് പറയുന്നു. അപ്പൊ പരസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനകത്ത് നോട്ടീസുകൾ വരാം, സർക്കുലറുകൾ വരാം, അതല്ലെങ്കിൽ ലേബലോ റാപ്പറുകളോ, റാപ്പർ എന്ന് പറഞ്ഞാൽ പൊതിയാൻ ഉപയോഗിക്കുന്നതോ, അതല്ലെങ്കിൽ രേഖാമൂലമായിട്ടുള്ളതോ, അതല്ലെങ്കിൽ എഴുത്തുകൾ എന്തെങ്കിലും ഉള്ളതോ, ശബ്ദമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ പുകയോ വാതകമോ, അതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ദൃശ്യപരമായിട്ടുള്ള മീൻസ് ഓഡിയോ വീഡിയോ മീൻസിലുള്ളതും എല്ലാം പരസ്യം എന്നതുകൊണ്ട്. കാരണം
ഈ നിയമം എന്ന് പറയുന്നത് ഈ വക വസ്തുക്കളുടെ എല്ലാം പരസ്യ നിയന്ത്രണമാണ് കൊണ്ടുവരുന്നത്. ഇനി ഓക്കെ, 2ന്റെ എയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അല്ല സോറി 3ന്റെ എയിൽ പരസ്യത്തെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 3ന്റെ ബിയിൽ പറയുന്നത് എന്താണ് സിഗരറ്റ് എന്നാണ് സെക്ഷൻ 3യുടെ ബിയിൽ പറയുന്നത്. സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുകയില അടങ്ങിയിട്ടില്ലാത്ത കടലാസ്. അപ്പൊ സിഗരറ്റ് കാണാത്തവരൊന്നും ഉണ്ടായിരിക്കത്തില്ല. ആ സിഗരറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിഗരറ്റിന്റെ പുകയില ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് അതിനെയാണ് കത്തിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ ആ പൊതിയുന്ന പേപ്പർ, അപ്പൊ പുകയില എന്ന് പറയുന്നത് പുകയില അടങ്ങിയിട്ടില്ലാത്ത കടലാസിലോ മറ്റേതെങ്കിലും വസ്തുവിലോ ചുരുട്ടിയ പുകയിലയുടെ ചുരുളും സിഗരറ്റ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് ഓക്കെ, ഒന്ന് പുകയില അടങ്ങിയിട്ടില്ലാത്ത പേപ്പറിൽ പൊതിഞ്ഞ പുകയിലയുടെ ചുരുളുകളുള്ള സാധനം. ഇനി രണ്ടാമത് പറയുന്നു പുകയില അടങ്ങിയ ഈ പേപ്പർ ചുരുളിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം സിഗരറ്റിനകത്ത് വരുന്നതാണ്. പിന്നെ അടുത്ത നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്ന മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അടുത്തത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം വിതരണം എന്ന് പറയുന്നുണ്ട്. വിതരണം എന്ന് പറയുന്നത് സൗജന്യമായിട്ടോ അല്ലാതെയോ കൊടുക്കുന്നതാണ്, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് വിതരണം എന്ന് പറയുന്നത്. അത് അടുത്തതാണ് 3ന്റെ ഡിയിലാണ് കയറ്റുമതിയെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല 3ന്റെ ഡിയിൽ കയറ്റുമതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ കയറ്റുമതി എന്ന് പറയുന്നത്. സോ 3യുടെ ഡിയിൽ കയറ്റുമതിയെ കുറിച്ച് പറയുന്നെങ്കിൽ, കയറ്റുമതി ഉണ്ടെങ്കിൽ അവിടെ ഇറക്കുമതിയും കാണും. അപ്പൊ ഇറക്കുമതി എന്ന് പറയുന്നത് 3ന്റെ എഫിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഇറക്കുമതിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, കയറ്റുമതി, ഇറക്കുമതി, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ പൊതുസ്ഥലം എന്നുള്ളതാണ്. അപ്പം ഈ കോട്ട്പ ആക്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു, ഇവിടെ പുകവലി ഇല്ല, നിരോധിച്ചിരിക്കുന്നു. കാരണം ഒരു പൊതുസ്ഥലം എന്ന് പറയുന്നത് ചിലപ്പം ഒരു ഹോസ്പിറ്റൽ ആയിരിക്കാം, ഒരു ഓഡിറ്റോറിയം ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബേക്കറിയോ അതല്ലെങ്കിൽ 10 പേര് കൂടുന്ന ചില സ്ഥലങ്ങളിലോ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പുകവലി നിരോധിച്ചിരിക്കുന്നു, കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഈ കർശനമായി ഒക്കെ അപ്പൊ അത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? മിക്കവാറും പൊതുസ്ഥലങ്ങളിലാണ് ഇതെല്ലാം കാണുന്നത്. ഈ ആക്ടിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ് എന്ത് ചെയ്യുക? പൊതുസ്ഥലങ്ങളിൽ പുകയിലയും പുകയിലയുടെ ഉപയോഗങ്ങളും ചെയ്യണം? നിരോധിക്കണം. അപ്പൊ പുകയിലയുടെ പൊതുസ്ഥലം എന്നുള്ളത് എവിടെയാണ് പറയുന്നത്? പൊതുസ്ഥലം എന്നുള്ളത് 3ന്റെ എല്ലിനകത്താണ് പൊതുസ്ഥലം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊതുസ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതായത് ഈ പൊതുസ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള പ്ലേസ് എന്ന് പറയുമ്പോൾ അത് അനുമതിയോടുകൂടി, അതായത് കൺസെന്റോടുകൂടി നമ്മൾക്ക് ചെന്ന് പ്രവേശിക്കാവുന്ന ചില സംഗതി. ചിലയിടത്തൊക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുന്ന സ്ഥലങ്ങളാണ്. അതല്ലെങ്കിൽ ഒരു പബ്ലിക് പാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഡയറക്റ്റ് ചെന്ന് കയറുക. അപ്പം അവിടെ അനുമതിയോടുകൂടി ചെല്ലുന്നതോ അനുമതിയില്ലാതെ നിങ്ങൾ കടന്ന് ചെല്ലുന്നതോ ആയ ഏത് സ്ഥലങ്ങളും പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ആ സ്ഥലങ്ങളെ നമ്മൾ പൊതുസ്ഥലം എന്ന് വിളിക്കും. അതല്ലാതെ ഓഡിറ്റോറിയം, ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, റെയിൽവേ കാത്തിരിപ്പ് മുറികൾ, അമ്യൂസ്മെന്റ് സെന്ററുകൾ, റെസ്റ്റോറൻറ്റുകൾ, പബ്ലിക് ഓഫീസുകൾ, കോടതി കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ലൈബ്രറി, പൊതുസ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ പൊതുജനങ്ങൾ സന്ദർശിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ 3ന്റെ എല്ലിൽ പറയുന്ന എവിടെ പറയുന്നുണ്ട്? 3ന്റെ എല്ലിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പൊതുസ്ഥലത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ ക്ലോസ് ആണ് പുകവലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അതായത് നമ്മളിപ്പോ കണ്ടില്ലേ, കണ്ട പുകയില ഉൽപ്പന്നങ്ങൾ, ഇതിനെയെല്ലാം ഒരു പൈപ്പോ റാപ്പറോ മറ്റേതെങ്കിലും രൂപത്തിൽ വലിക്കുക എന്നതിനെയാണ് പുകവലി എന്ന് പറയുന്നത്. അതെവിടെയാണ് ഉദ്ദേശിക്കുന്നത്? അത് 3ന്റെ
എന്നിലാണ് പുകവലി എന്താണ് എന്ന് പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 3 ആണ് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 3യുടെ എയിലാണ് എന്താണ് പരസ്യം എന്നുള്ളത് പറഞ്ഞത്. പിന്നെ സെക്ഷൻ 3യുടെ ബിയിലാണ് എന്താണ് 3യുടെ എയിൽ പരസ്യം എന്താണ് പരസ്യം എന്ന് പറയുന്നു. പിന്നെ 3യുടെ ബിയിലാണ് സിഗരറ്റ് എന്താണെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെ ബി 3യുടെ സിയിലാണ് എന്താണ് വിതരണം എന്താണ് എന്ന് പറയുന്നത്. വിതരണം എന്താണെന്ന് 3യുടെ സിയിൽ പറയുന്നു. 3യുടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി കയറ്റുമതിയാണ്. ഡി കയറ്റുമതി. പിന്നെ ഇ എന്ന് പറയുന്നത് ഇറക്കുമതിയാണ്. കയറ്റുമതി, ഇറക്കുമതി. പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ എല്ലാണ്. 3യുടെ എല്ലിനകത്താണ് പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത്. പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ പൊതുസ്ഥലം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്മൾ നന്നായിട്ട് നോക്കിക്കോണം. എന്താണ് പൊതുസ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത് അത് എന്താണ്? അത് കൺസെൻറ്റോട് കൂടിയോ അത് അവകാശത്തോടെയോ അവകാശമില്ലാതെയോ എനിവേ അതൊരു എന്താണ് ഒരു പബ്ലിക് പ്ലേസ് എന്ന് പറയുന്ന ഓഡിറ്റോറിയം ആകാം, കെട്ടിടങ്ങളാകാം, മറ്റ് കെട്ടിടങ്ങളാകാം, അത് സ്കൂൾ കോമ്പൗണ്ടുകളാകാം, റെയിൽവേ കാത്തിരിപ്പ് മുറികളാകാം, അമ്യൂസ്മെന്റ് പാർക്കുകളോ സെന്ററുകളോ റെസ്റ്റോറൻറ്റുകളോ പബ്ലിക് ഓഫീസുകളോ ഇതെല്ലാം അതിൻ്റെ പരിധിയിൽ വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോൾ എന്താണ് പബ്ലിക് പ്ലേസ് എന്ന് നമ്മൾക്ക് അവിടുന്ന് കിട്ടി. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3യുടെ പിയിലാണ് അടുത്ത പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3യുടെ പിയിൽ പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 3യുടെ പിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്താണ് എന്ന് പറയുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ എന്താണ്? പുകയില എന്താണ് ടൊബാക്കോ പ്രൊഡക്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂളിനകത്താണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പുകയില ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയും. പുകയില ഉൽപ്പന്നങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് ആരൊക്കെ തന്നെയാണ്. കാരണം സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോൾ കേൾക്കുന്ന അതേ ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. സിഗരറ്റ് ഉണ്ട്, സിഗാറുണ്ട്, ചെറുട്ടുണ്ട്, ബീഡിയുണ്ട്. അത് മാത്രമല്ല സിഗരറ്റ് പുകയില, പൈപ്പ് പുകയില, ഹുക്ക പുകയില, ചവയ്ക്കുന്ന പുകയില, പാൻ മസാല, അല്ലെങ്കിൽ ഈ തരത്തിൽ എന്താണ് പുകയില അടങ്ങിയിട്ടുള്ള ചവയ്ക്കുന്ന രൂപത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണ് ഈ ചവയ്ക്കുന്നതിനോ വലിക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം എന്തിനകത്തേക്ക് വരും? പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ 3യുടെ പിയിൽ പറയുന്ന പ്രൊവിഷൻസ് വരും. പിന്നെ അപ്പൊ ഇത്രയുമാണ് സെക്ഷൻ 3ൽ നിന്നും നമ്മൾക്ക് വേണ്ട എന്തൊക്കെയാണ് സെക്ഷൻ 3യിൽ നിന്ന് നമ്മൾക്ക് വേണ്ട നിർവചനങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് വേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്ഷൻ 3ൽ പറയുന്നത്. സെക്ഷൻ 3 കഴിഞ്ഞാൽ അടുത്തതാണ് സെക്ഷൻ 4ൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ് ആണ്. അപ്പൊ പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞത് നേരത്തെ ഓർത്തിരിക്കുക. പബ്ലിക് പ്ലേസ് അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 3ന്റെ എല്ലിലാണ് പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ നോട്ട്സ് മലയാളത്തിൽ തന്നെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, നോക്കിയാൽ മതി. അടുത്ത പ്രൊവിഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ് എന്നുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ് ആണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത്. എന്താണ് പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ് എന്നുള്ളത്? പബ്ലിക് പ്ലേസുകളിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. പബ്ലിക് പ്ലേസ് പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്ത് സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? പുകവലി നിരോധിത മേഖലയെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. നോ പേഴ്സൺ ഷാൽ സ്മോക്ക് ഇൻ എനി പബ്ലിക് പ്ലേസ് എന്നുള്ളതാണ്. അപ്പം ആരും എന്ത് ചെയ്യാൻ പാടില്ല? പബ്ലിക് പ്ലേസുകളിൽ പുകവലിക്കാൻ പാടുള്ളതല്ല. അപ്പം എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ എ ഹോട്ടൽ ഹാവിങ്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് പറയുന്നത്? എന്താണ് ഏതെങ്കിലും ഹോട്ടലുകളോ എ ഹോട്ടൽ ഹാവിങ് 30, അപ്പോൾ ഹോട്ടൽ ഹാവിങ് എന്താണ് 30 റൂംസ് ഓർ എ റെസ്റ്റോറൻറ്റ് ഹാവിങ് സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 30%. ഒരു ഹോട്ടലിന് എന്താണ് 30 റൂംസോ അതല്ല 30 റൂമുള്ള ഹോട്ടലുകളോ അതല്ലെങ്കിൽ 30 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റുകളോ അങ്ങനെയുള്ള അപ്പം 30ഓ അതിലധികമോ ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു ഹോട്ടൽ, അതല്ല എന്നുണ്ടെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹോട്ടൽ, അല്ലെങ്കിൽ 30% അതിൽ മോർ ദാൻ ഉള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളോ, എയർപോർട്ട് എന്താണ് അത് മാത്രമല്ല അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എയർപോർട്ട് സെപ്പറേറ്റ്, ഇവിടെയൊക്കെ സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ സ്മോക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ
ആ ഏരിയകളിൽ നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണ് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പുക വലിച്ചോ, അതല്ലാതെ ഉള്ള നമ്മൾ കണ്ട 3ന്റെ എല്ലിൽ കണ്ട ഒരു സ്പേസിലും നിങ്ങൾ ചെന്നിരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പുക വലിക്കാൻ പാടുള്ളതല്ല. അതാണ് പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് സെക്ഷൻ 5. അപ്പൊ സെക്ഷൻ 4ന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയിരുന്നോ? സെക്ഷന്റെ 4ലാണ് എന്ത് പറയുന്നത്? പൊതുസ്ഥലത്ത് പുകവലി നിരോധനം എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 5-നകത്താണ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഓഫ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് എന്ന്. അതായത് എന്താണ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഓഫ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങളെ നമ്മൾ നിരോധിക്കാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ഥലത്തെ, അതായത് എന്താണ് പുകയിലയും മറ്റു ഉൽപ്പന്നങ്ങളെയും നമ്മൾ നിരോധിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഇവിടെ പറയുന്നത് സെക്ഷൻ 5 നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ സെക്ഷൻ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എന്താണ്, നോ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഓർ പർപ്പസ് ടു ബി എൻഗേജ്ഡ് ഇൻ ദ, അതായത് ഒരു വ്യക്തിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, വിതരണം, എന്താണ് ഇതിൽ ഏർപ്പെടുന്നതിന് ഉദ്ദേശിക്കുന്നതായ ഒരു വ്യക്തിയും എന്താണ് cigarettes or any other tobacco product shall advertise and no person having control. അതായത് നിങ്ങളിപ്പോ പുകയില വിൽക്കുന്നതോ അതല്ലെങ്കിൽ എന്താണ് പേഴ്സൺ എൻഗേജ്ഡ് പർപ്പോർട്ടഡ് ഓർ ടു ബി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷനിലോ, നിങ്ങൾ പുകയില നിർമ്മിക്കുന്ന ആൾക്കാരോ അത് വിതരണം നടത്തുന്ന സപ്ലൈ ചെയ്യുന്ന ആൾക്കാരോ ഉൽപാദനം, വിതരണം ഇവയിലകത്ത് ഏതെങ്കിലും നിങ്ങൾ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ പരസ്യം കൊടുക്കും. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുകയും വിതരണം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അതായത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒന്നും നിങ്ങൾ അതിന് പരസ്യം കൊടുക്കാൻ പാടുള്ളതല്ല. അത് അതിനെ അഡ്വർടൈസ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഒന്നാണ് അത്. അപ്പം ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളെയോ എന്താണ് അതിൻ്റെ നിർമ്മാണത്തെയോ വിതരണത്തെയും അതിൻ്റെ ഉപയോഗത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? നിങ്ങൾ അതിന് പരസ്യം നൽകാൻ പാടില്ല. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സജസ്റ്റ് ഓർ പ്രൊമോട്ട് ദ യൂസ് ഓഫ് യൂസ് അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് എന്തിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് നോ പേഴ്സൺ ഫോർ എനി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പെക്യൂനിയറി ബെനിഫിറ്റ് ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും നേരിട്ടോ പരോക്ഷമായോ സാമ്പത്തികമായ ലാഭത്തിനായി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനോ നിങ്ങളോ ആരും തന്നെ എന്താണ് ഡയറക്റ്റ് ആയിട്ടോ നേരിട്ടോ അതല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ പെക്യൂനിയറി ബെനിഫിറ്റുകൾ, സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അതായത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, സിഗരറ്റുകളുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ കാരണമാവുകയോ അനുവദിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുടെയും എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനോ അതല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാതെന്ന് പറഞ്ഞാൽ ഈ പരസ്യം പ്രദർശിപ്പിക്കാൻ കാരണമാവുകയോ അതിന് അനുമതി കൊടുക്കാനോ പാടില്ല. നിങ്ങൾക്ക് എന്തിനുണ്ട് പെക്യൂനിയറി, നിങ്ങളുടെ ഒരു സ്ഥാപനം, നമ്മളൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു, അവിടുത്തെ ബിൽ ബോർഡുകളിൽ, പരസ്യ ബോർഡുകളിൽ അതിങ്ങനെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ കണ്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു സിഗരറ്റ് കമ്പനിയുടെ പരസ്യം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് സാമ്പത്തിക ലാഭം കിട്ടുവാണ്. അപ്പൊ ഇല്ലെങ്കിൽ ആ പരസ്യം ചെയ്യും, അത് ചെയ്തുകൂടാ എന്നാ പറയുന്നത്. രണ്ടാമത്തത് അതേപോലെ തന്നെ സിഗരറ്റിന്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം അടങ്ങിയ ഫിലിം അല്ലെങ്കിൽ വീഡിയോ ടേപ്പ്. അപ്പൊ സിഗരറ്റിന്റെ ഓഡിയോ വീഡിയോ മീൻസിലും ഇത് രണ്ടാമത്തെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഓർ വീഡിയോ ടേപ്പ് കണ്ടെയ്നിങ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളതാണ്. ഫിലിമോ വീഡിയോ ടേപ്പുകളോ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രദർശനവും അതും ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത കാര്യം പറയുന്നത് സിഗരറ്റുകളുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യം അടങ്ങിയ ലഘുരേഖകൾ, അതായത് ചെറിയ നോട്ടീസുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാരണമാകാനോ പാടുള്ളതല്ല. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു എന്താണ് സിഗരറ്റിനെ ഇല്ലെങ്കിൽ അതിൻ്റെ പരസ്യത്തെ സംബന്ധിക്കുന്ന ഇപ്പം നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ പരസ്യത്തിൻ്റെയൊക്കെ നോട്ടീസൊക്കെ തരാൻ ആൾക്കാരൊക്കെ നിൽക്കാറില്ലേ? അതേപോലെ ലഘുരേഖകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. എന്താണ് ഓതറൈസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പബ്ലിക് എനി ലീഫ്ലെറ്റ്, ഹാൻഡ് ബില്ല്, ഡോക്യുമെന്റുകൾ ഇതൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇനി തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. അടുത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയിലോ കെട്ടിടങ്ങളിലോ അതല്ലാന്നുണ്ടെങ്കിൽ മതിലിലോ ബോർഡിലോ ഫ്രെയിമിലോ എന്താണ് ഇറക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ലാൻഡിൽ, ബിൽഡിങ്ങിൽ, വാളിൽ, ഹോർഡിങ്ങുകൾ, ഫ്രെയിം, പോസ്റ്റ്, എന്തെങ്കിലും സ്ട്രക്ചറുകളിൽ, വെഹിക്കിളുകളിൽ ഇവിടെ ഒന്നും തന്നെ ഈ അഡ്വർടൈസ്മെന്റുകൾ, സിഗരറ്റുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റുകൾ നടത്താൻ പാടുള്ളതല്ല. അപ്പം നമ്മൾ കണ്ട 4 സെക്ഷൻ 5 പറയുന്നത് സെക്ഷൻ 5 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അല്ല 1, 2, 3 അല്ല, സെക്ഷൻ 5 സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെക്ഷൻ 5 നമ്മൾ എന്ത് കണ്ടത്? സെക്ഷൻ 5 1 നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വ്യക്തിയും പരസ്യം നിരോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്താണ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് വ്യക്തികൾ പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതെന്താ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ 5ന്റെ 1 ഉണ്ട്, 5ന്റെ 2, 2 പറയുന്ന A, B, C, D. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു ക്ലോസ് കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയിലയും പുകയില ഇനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിതരണങ്ങളും, അതിന് ഉൽപാദനം, വിതരണം, അതല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കാൻ വേണ്ടി അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. അതാണ് സെക്ഷൻ 5 പറയുന്നത്. അത് മാത്രമല്ല, ഒരു വ്യക്തികളും സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്ന എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൻ്റെ ഒന്നും പരസ്യങ്ങൾ ചെയ്യാനും പാടുള്ളതല്ല. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ഇത്രയും പറയുന്ന പ്രൊവിഷൻ സെക്ഷൻ നമ്മളിപ്പോൾ കണ്ട 5ന്റെ 1, 5ന്റെ 2, അതിൻ്റെ സബ് ക്ലോസ് എയും ബിയും സിയും ഡിയും ഒന്നും തന്നെ ഇനി പറയുന്ന ആൾക്കാർക്ക് ബാധകമല്ല. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഗരറ്റുകളുടെ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിലോ കണ്ടെയ്നറിലോ അടങ്ങിയിരിക്കുന്ന പരസ്യം എന്നുള്ളത്. അപ്പം സിഗരറ്റോ അതിൻ്റെങ്കിൽ ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ പാക്കിനകത്ത് അവരുടെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ABC കമ്പനിയുടെ സിഗരറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അത് വലിയ വലിയ പരസ്യ ബോർഡുകളൊക്കെ ഉണ്ടാക്കി TV-യിലും അല്ലെങ്കിൽ സിനിമ കാണുന്നത് എല്ലായിടത്തും പരസ്യങ്ങൾ, അത് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ വാങ്ങുന്നതിനകത്ത് ആ കമ്പനിയുടെ പരസ്യം വരാം. ഒന്ന്, ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ അതർ ടൊബാക്കോ പ്രോഡക്റ്റുകളുടെ ആ പ്രോഡക്റ്റിനകത്ത് അതിൽ പരസ്യം വരാം. രണ്ടാമത്തെ കാര്യങ്ങളിൽ സിഗരറ്റിലോ ഇല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളോ വിൽക്കുന്ന കടയിലോ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഇനി എവിടെ ചെയ്യാമെന്ന് പറയുന്നത്? സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്ന പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഡിസ്പ്ലേ അറ്റ് ദ എൻട്രൻസ് ഓർ ഇൻസൈഡ് വെയർ ഹൗസ് ഓർ എ ഷോപ്പ് എന്നുള്ളതാണ്. ഒരു വെയർ ഹൗസിന്റെയോ ഒരു ഷോപ്പിന്റെയോ ഒക്കെ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഈ അടുത്ത പറയുന്ന അത് ഉൽപ്പന്നങ്ങളെ വിൽക്കുന്ന കടയുടെയോ വെയർ ഹൗസിന്റെ അകത്തോ പുറത്തോ വേണമെങ്കിൽ പ്രദർശിപ്പിക്കാം. ആ പരസ്യം അവിടെ സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് അവിടെ എന്ത് പരസ്യമേ വെക്കാൻ പാടുള്ളൂ? അതായത് എനി അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആർ ഓഫേർഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെയിൽ. അല്ലാതെ ഇത് വളരെ നല്ല മികച്ചതാണ്, വളരെ പരസ്യവാചകങ്ങൾ കൊടുത്തൊന്നുമല്ല അവിടെ എഴുതി വെക്കേണ്ടത്. നിങ്ങളുടെ വെയർ ഹൗസ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനം, ഇത് വിൽക്കുന്ന സ്ഥാപനത്തിനകത്ത് അവിടെ എഴുതി വെക്കാവുന്ന പരസ്യം ഇവിടെ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്ന് ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. അതങ്ങനെ വലിയ രീതിയിലൊന്നും എഴുതി വെക്കാനും പാടുള്ളതല്ല. ഇത്രയാണ്. ഈ 2 കാര്യങ്ങൾക്ക് നമ്മൾ കണ്ട നേരത്തെ പറഞ്ഞ നിരോധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ബാധകമല്ല. ഓക്കെ,
ഇനി അടുത്തതാണ് പറയുന്നത്, അടുത്ത പറയുന്ന ഇതെല്ലാം തന്നെ സെക്ഷൻ 5ന്റെ പരിധിയിൽ വരുന്നതാണ്. സെക്ഷൻ 5ന്റെ പരിധിയിൽ ഒന്നാമത്തെ ക്ലോസ് കണ്ടു, രണ്ടാമത്തെ ക്ലോസ് കണ്ടു. ഇനി നമ്മൾ മൂന്നാമത്തെ ക്ലോസിലാണ് പറയുന്നത്, no person shall under a contract or otherwise promote or agree to promote the use of consumption. ഒരു വ്യക്തിയും ഒരു കരാറിന്റെ കീഴിലോ അല്ലാതെയോ ഒരു കോൺട്രാക്റ്റിന്റെ ബേസിലോ അല്ലാതെയോ എന്താണ് ഈ ടൊബാക്കോ പ്രോഡക്റ്റുകളുടെ യൂസും അതിന്റെ കൺസംഷനെയും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിന്റെ യൂസ് അതിന്റെ കൺസംഷനെയൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അത് കരാറിന്മേലോ കരാറില്ലാതെയോ അതിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പൊ എന്തിൻ്റെയൊക്കെ യൂസ് ആണ് അതെന്ന് പറഞ്ഞാൽ സിഗരറ്റോ മറ്റു ടൊബാക്കോ പ്രൊഡക്റ്റുകളോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഏതെങ്കിലും വ്യാപാര മുദ്ര, അതാണ് ട്രേഡ് മാർക്ക്, വ്യാപാര മുദ്രയോ അതല്ലെങ്കിൽ എന്താണ് സിഗരറ്റുകളുടെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിമോ അതല്ലെങ്കിൽ എന്താണ് ഒരു സ്പോൺസർഷിപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് വഴിയോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങളത് ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളെ നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് സെക്ഷൻ 5ന്റെ എന്താണ് സബ് ക്ലോസ് 3ൽ അടുത്ത് പറയുന്ന പ്രൊവിഷൻസ്. ഇനി നമ്മൾ പോകുന്നത് സെക്ഷൻ അതിന്റെ 6 എന്ന് പറയുന്നത് 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. 6ലാണ് പറയുന്നത് എന്താണ് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക്, അത് മാത്രമല്ല ചില പർട്ടിക്കുലർ ഏരിയകളിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ചില പർട്ടിക്കുലർ ഏരിയകളിൽ ഈ സിഗരറ്റ് എന്ന് പറയുന്നത് ഈ ടൊബാക്കോ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് സെയിൽ ചെയ്യാൻ പാടുള്ളതല്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നോക്കാം, എന്താണ് പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് സിഗരറ്റ് ഓർ അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ടു എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? നോ പേഴ്സൺ ഷാൽ സെൽ ഓർ ഓഫർ ഫോർ സെയിൽ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പെർമിറ്റ് സെയിൽ ഓഫ് സിഗരറ്റ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ആർക്ക് ഒരു വ്യക്തിയും എന്താണ് ഈ സിഗരറ്റും അതല്ലെങ്കിൽ മറ്റ് പുകയിലയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. അതാരാണ് ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരോ ഇൻ ആൻ ഏരിയ വിത്തിൻ റേഡിയസ് ഓഫ്, അതായത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 100 യാർഡിൽ 100 യാർഡിൽ വരുന്ന സ്ഥലത്തും, അതാ പറഞ്ഞത് പർട്ടിക്കുലർ ഏരിയകളിൽ ഇത് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 100 യാർഡിലും 18 വയസ്സിൽ താഴെയുള്ളവന്മാർക്കും സിഗരറ്റോ സിഗരറ്റിന്റെ ഉൽപ്പന്നങ്ങളോ പുകയില ഉൽപ്പന്നങ്ങളോ സെയിൽ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അടുത്ത പറയുന്ന പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ അതിനകത്ത് പറയുന്നത് സെക്ഷൻ 7 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ എന്താണ് പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റുകൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് റെസ്ട്രിക്ഷൻസ് ആണ്. എവിടെയാണ് നിയന്ത്രണം എന്ന് പറയുന്നത്? നിയന്ത്രണം എന്ന് പറയുന്നത് പുകയിലയുടെയും നമ്മൾക്കറിയാം എന്താണ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പുകയിലയുടെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും നിയന്ത്രണമാണ്. എന്തിലൊക്കെയുള്ള നിയന്ത്രണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാപാരമുണ്ട്, അതിന്റെ ഉൽപാദനമുണ്ട്, അതിന്റെ വിതരണമുണ്ട്. വ്യാപാരം, വാണിജ്യം, അതുപോലെ തന്നെ എന്താണ് വ്യാപാരമുണ്ട്, വാണിജ്യമുണ്ട്, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പുകയിലയുടെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം, വാണിജ്യം, ഉൽപാദനം, വിതരണം എന്നുള്ളതാണ്. ഇനി അത് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയും നേരിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് തൊട്ട് പറയുന്ന വ്യക്തമായിട്ട് കേൾക്കണം. ആദ്യത്തേതിനകത്ത് പ്രൊഡ്യൂസ്, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട് സിഗരറ്റ് എന്നുള്ളതാണ്. പ്രൊഡ്യൂസ്, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട് അതായത് ഒരു വ്യക്തിയും നേരിട്ടോ പരോക്ഷമായോ ഉൽപ്പാദിപ്പിക്കുകയോ വിതരണം ചെയ്യാനോ പാടില്ല. അതായത് പ്രൊഡ്യൂസ്, സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട് സിഗരറ്റ് ഓർ എനി അതർ ടൊബാക്കോ പ്രൊഡക്റ്റ്. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, സപ്ലൈ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പാടില്ല. എങ്ങനെ പാടില്ല? അതായത് ഇൻസ് ഓൺ ലേബൽ സച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഇൻക്ലൂഡിംഗ് പിക്ടോറിയൽ വാർണിംഗ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നുള്ളതാണ്. അതായത് നിർദ്ദിഷ്ടമായ ലേബലുകളിൽ അല്ലെങ്കിൽ എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ആ പാക്കറ്റുകളിലോ ലേബലുകളിലോ നിർദ്ദിഷ്ട ചിത്രീകരണ മുന്നറിയിപ്പില്ലാതെ നിങ്ങൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വിൽക്കാൻ പാടുള്ളതല്ല. അതാണ് പിക്ടോറിയൽ വാർണിംഗ് എന്ന് പറയുന്നത്.
പിക്ടോറിയൽ വാണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ചിത്രീകരണ മുന്നറിയിപ്പാണ്. കാരണം സിഗരറ്റിന്റെ പാക്കറ്റ് മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് സിഗരറ്റ് ഒന്നുകിൽ മറ്റേ ഈ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള അങ്ങനെയുള്ള ശരീരഭാഗങ്ങളുടെയൊക്കെ അപ്പോൾ ഒന്നുകിൽ വായുടെയോ ചുണ്ടിന്റെയോ നാക്കിന്റെ അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഒരു പിക്ചർ കൂടിയല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങളത് സെയിൽ ചെയ്തോളൂ, പക്ഷെ അതിനകത്ത് വ്യക്തമായിട്ട് എന്ത് കൊടുത്തിരിക്കണം, ഈ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആരോഗ്യപരമായ മുന്നറിയിപ്പ്, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ന ദൂഷ്യഫലങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില്ലാതെ നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് ഒക്കെ മേടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക, അതിന്റെ നല്ല ഗുണങ്ങളായിരിക്കും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണോ? അല്ലല്ലോ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിന് അങ്ങനെയുള്ള നിർദ്ദിഷ്ടമായ ലേബലോട് കൂടി മാത്രമേ നിങ്ങൾക്ക് അതിനെ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ഉൽപാദനം നടത്താനും അതല്ലെങ്കിൽ അതിനെ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ഉൽപാദനം നടക്കാനും ഒക്കെ ശ്രമിക്കാവൂ. രണ്ടാമത്തതും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും ഇവിടെ വിൽപ്പനയാണ്. അപ്പൊ നേരത്തെ നിർമ്മിച്ച് ഉൽപാദനം നടത്തി വിതരണം നടത്തിയെങ്കിൽ ഈ കേസിൽ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടായിട്ടോ പരോക്ഷമായിട്ടോ വ്യാപാരം ചെയ്യാൻ പറ്റില്ല. ഇത് തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എന്തോടുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നിർദ്ദിഷ്ട മുന്നറിയിപ്പൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ സെയിൽ ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ ആ വാണിങ്സ് ഇല്ലാതെ നിങ്ങൾക്ക് അതിനെ സെയിൽ ചെയ്യാൻ പറ്റില്ല. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യം ഈ പറയുന്ന വാണിങ്സ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എവരി പാക്കേജ് സിഗരറ്റ് ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് നമ്മൾ 7-ന്റെ 1-ൽ 7-ന്റെ 1-നകത്താണ് നമ്മൾ കണ്ട ആദ്യ ഒരു കാര്യം അവിടെ പ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. 7-ന്റെ 2-ൽ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 Clause 2-ൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടത്. 3 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. അപ്പം എന്ത് ചെയ്യാനും പാടില്ല, ഇമ്പോർട്ട് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. എന്തിനാണ് അതായത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇവിടെ നിർമ്മിച്ചതാണെങ്കിലും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിലും അതിനകത്തെല്ലാം ഈ വാർണിംഗ് സൈനുകൾ ഉണ്ടായിരിക്കണം. അത് വിക്ടോറിയൽ ആയിട്ടാണെങ്കിലും മറ്റ് നിർദ്ദിഷ്ട രീതിയിലും ഈ സൈനുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. അടുത്ത കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്പെസിഫൈഡ് വാർണിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ലാർജസ്റ്റ് പാനൽ ഉണ്ടെങ്കിൽ, ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ ഒരെണ്ണത്തിനകത്തെങ്കിലും ഓർ എനി അതർ ടൊബാക്കോ പ്രോഡക്റ്റ് ലാർജസ്റ്റ് പാനൽ ഇനി നോട്ട് ലെസ് ദാൻ 1 ഓഫ് ദ ലാർജസ്റ്റ് പാനൽ, ഏറ്റവും കുറഞ്ഞത് ഏറ്റവും വലിയ ഒരു പാനലിലെങ്കിലും ഒരു വലിയ പാക്കറ്റ് വലിയ ഇത് വരുവാണെങ്കിൽ അതിന്റെ പുറമെ ഒന്നിലെങ്കിലും വലിയ പാനലിലെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത പറയുന്നത് ഇതേ പറയുന്ന എല്ലാ സിഗരറ്റുകളിലും ഉൽപ്പന്നങ്ങളിലും പാക്കറ്റുകളിലും എന്തൊക്കെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം നമ്മൾ ഇതുവരെ പറഞ്ഞ വാണിങ്ങുകൾ തന്നെ നിക്കോട്ടിന്റെയും ടാറുകളുടെയും ഒക്കെ കൃത്യമായിട്ട് അളവ്, ഇതിനകത്ത് എത്ര നിക്കോട്ടിൻ, കാരണം ഈ സംഗതിയാണല്ലോ നിക്കോട്ടിൻ, അതിന്റെ ടാറ് ഇതാണ്. കാരണം ആ പരസ്യം കാണുമ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്പോഞ്ചിനകത്ത് നിന്ന് ആ പറഞ്ഞ ടാർ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ അത് ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പുകയില ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് എന്ത് വരുത്തുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, ഇല്ലെങ്കിൽ ആ പറയുന്നതിനകത്ത് എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കണം. പറയാതെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മാക്സിമം പെർമിസിബിൾ ലിമിറ്റും, അപ്പോൾ ഓരോ സിഗരറ്റിനകത്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട്, ആ സിഗരറ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ പറയുന്ന നിക്കോട്ടിന്റെയും ടാറിന്റെയും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അതോറിറ്റി പറഞ്ഞിട്ടുള്ള മാക്സിമം പെർമിസിബിൾ ലിമിറ്റിൽ കൂടുതൽ നിക്കോട്ടിനും ടാറും അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടുള്ളതുമല്ല. അപ്പൊ ഇതാണ് സെക്ഷൻ 7-ൽ നമ്മൾ കണ്ടിട്ടുള്ള സെക്ഷൻ 7 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രൊവിഷനാണ് സെക്ഷൻ. കാരണം ഈ സെക്ഷൻ 7-ൽ പറയുന്ന സെക്ഷൻ 6 സെക്ഷൻ 7 ഈ പ്രൊവിഷൻസ് വെച്ചിട്ടാണ് ഇതൊക്കെ തെറ്റിച്ചാലാണ് എന്ത് വരാൻ പോകുന്നത്, ഒഫൻസ് ആകാൻ പോകുന്നത്, കുറ്റകൃത്യമാകാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് 6ഉം 7ഉം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാനർ ഇൻ വിച്ച് സ്പെസിഫൈഡ് വാർണിംഗ് ഷാൽ ബി മേഡ് എന്നുള്ളതാണ്. എങ്ങനെ വേണം ഈ നിർദ്ദിഷ്ടമായിട്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ്, നിർദ്ദിഷ്ടമായിട്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെ രേഖപ്പെടുത്തണമെന്നാണ് എന്താണ് സെക്ഷൻ 8 പറയുന്നത്. സ്പെസിഫൈഡ് വാർണിംഗ് ഓൺ പാക്കേജ് എന്ന് പറയുന്നത് ലെജിബിൾ ആയിരിക്കണം, പ്രോമിനന്റ് ആയിരിക്കണം. ഓക്കെ, മുന്നറിയിപ്പ് എന്താണ് വായിക്കാനും ശ്രദ്ധിക്കാനും ഉള്ളതായിരിക്കണം. എന്താണ് കോൺസ്പിക്യസ് ആസ് ടു സൈസ് ആൻഡ് കളർ എന്നുള്ളതാണ്. അപ്പോൾ ലെജിബിൾ ആൻഡ് പ്രോമിനന്റ് എന്നുള്ളതാണ് ഒരെണ്ണം. നമ്മൾക്ക് വ്യക്തമായിട്ട് എന്താണ് അത് വായിക്കാനും ശ്രദ്ധിക്കാനും എളുപ്പമുണ്ടായിരിക്കണം. കോൺസ്പിക്യസ് ആസ് ടു സൈസ് ആൻഡ് കളർ, വലിപ്പത്തിലും നിറത്തിലും ഈ സംഗതിയെ വ്യക്തമായി കാണാൻ കഴിയണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ എഴുത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് ബോൾഡായിട്ട് വ്യക്തമായിട്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഗ്രാഫിക് മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് ഇപ്പം നമ്മൾ അതിനകത്ത് ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മുന്നറിയിപ്പുകളെ എടുത്ത് പ്രത്യേകമായിട്ട് അതിൻ്റെ ആ പാക്കറ്റിന് ഒരു കളർ ഉണ്ടായിരിക്കും. ആ പാക്കറ്റിനോട് ചേർന്നിരിക്കുന്ന കളറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗ്രാഫിക്സിൽ നിന്നും വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രിന്റഡ്, പെയിന്റഡ് ഓർ ഇൻസ്ക്രൈബ്ഡ് ഓൺ എ പാക്കേജ് എന്ന് പറയുന്നത് എന്താണ് കോൺട്രാസ്റ്റിംഗ് കളർ ആയിരിക്കണം. അതാ പറഞ്ഞ ഈ പറയുന്ന സിഗരറ്റിന്റെ പാക്കറ്റിന് ഒരു കളർ ഉണ്ടായിരിക്കും. ആ കളറിന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കളറിൽ വേണം അതിന്റെ വാർണിംഗ് സൈനുകൾ എഴുതി ചേർക്കാൻ. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ചുവന്ന കളറിൽ ഇരിക്കുന്നതിനകത്ത് ചുവന്ന കളറിൽ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വാർണിംഗ് സൈൻ ഉണ്ടെന്ന്. കാരണം എന്തിനാണ് വാർണിംഗ് സൈൻ? അറ്റ്ലീസ്റ്റ് ഇത് എന്തായാലും മേടിച്ച് ഉപയോഗിക്കുന്നവൻ ഇതൊന്ന് കാണണം. അതായത് ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരും എന്ന് പറയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി അടുത്ത മാത്രമല്ല ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ ലേബലുകളുടെ അപ്പം ഈ എഴുത്തെന്ന് പറയുന്നത് വ്യക്തമായി കാണാൻ പറ്റണം, വായിക്കാൻ പറ്റണം. അതിൻ്റെ ഈ പറയുന്ന പാക്കേജിൽ നിന്നും അതിന് എന്തുണ്ടായിരിക്കണം, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. സെയിം കളർ വരാൻ പാടില്ല, കോൺട്രാസ്റ്റിംഗ് കളറിലായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ് നിർദ്ദിഷ്ട മുന്നറിയിപ്പ് അച്ചടിക്കുകയോ വരയ്ക്കുകയോ, അതാണ് പറയുന്നത് എന്താണ് അച്ചടിക്കുക, ടൈപ്പ് ചെയ്യുകയോ ലെറ്റർ ചെയ്യുകയോ ഗ്രാഫിക് മെറ്റീരിയൽ ഉപയോഗിച്ചൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് ഇത് രേഖപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റിംഗ് കളറിലായിരിക്കണം, വ്യക്തമായിട്ട് വായിക്കാൻ പറ്റണം, കോൺസ്പിക്യസ് പാർട്ട് ആയിരിക്കണം. ഈ കോൺസ്പിക്യസ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിഗരറ്റ് പാക്കിന്റെ എന്താണ് ഈ അടിവശത്ത് എഴുതി വെച്ച ആരെങ്കിലും സിഗരറ്റ് പാക്കറ്റ് കിട്ടുന്നവൻ അതിങ്ങനെ പൊട്ടിച്ചെടുക്കല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അവൻ അതിന്റെ ഈ പിറകുവശത്തേക്ക് നോക്കില്ല. അപ്പൊ കോൺസ്പിക്യസ് പാർട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുകൊണ്ടാണ് അത് പൊട്ടിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരുടെ വാർണിംഗ് സൈനും ആ പിക്ചർ മറ്റേ ആ പടമൊക്കെ അവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ഇപ്പം നമ്മളുടെ ഈ കൊട്പ ആക്ടിനകത്ത് തുടങ്ങി എന്താണ് നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തിനാണ് ഈ ആക്ട് കൊണ്ടുവന്നത്, ഇതുകൊണ്ടുള്ള ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ അപ്പോൾ 2 WHO ബന്ധപ്പെട്ട് 2 റെസൊല്യൂഷൻസ് പാസ്സാക്കിയത്, 2 86-ലും 90-ലും പാസ്സാക്കിയതും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 47 ഈ ആക്ട് എന്ന് നിലവിൽ വന്നു എന്നുള്ളതും, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും ഇതനുസരിച്ച് പറയുന്ന നിർവചനങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഈ ആക്ട് എവിടെ വരെ വ്യാപിച്ചിട്ടുണ്ട്, നിർവചനങ്ങളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് പ്രൊഹിബിഷൻസ് ആണ്, എന്തൊക്കെയാണ് ഇതുമായിട്ട് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നത്, നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, എത്ര വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, എത്ര വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇത് കൊടുക്കാൻ പാടുള്ളൂ, എവിടെയൊക്കെ ഇത് പ്രൊഹിബിറ്റഡ് ആണ്, ഇത് സെയിൽ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും പ്രൊവിഷൻസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ. സോ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് പോർഷൻസുമായിട്ട് നമുക്ക് കാണാം. വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, വളരെ ചെറിയൊരു ആക്ടാണ് നമ്മുടെ കൊട്പ ആക്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.